PSC ബുള്ളറ്റിനിലെ ബയോളജിയിലെ അസ്ഥിവ്യവസ്ഥ എന്ന ടോപ്പിക്കാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിനു മുമ്പ് 2 വീഡിയോയിലായിട്ട് ഏകദേശം 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് 15 ക്വസ്റ്റ്യൻ ലാസ്റ്റ്, അങ്ങനെ ടോട്ടൽ 35 ക്വസ്റ്റ്യനാണ്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതിനു മുമ്പുള്ള 2 വീഡിയോ കൂടി ഒന്ന് കാണാൻ ശ്രമിക്കണം. റിപ്പീറ്റ് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് മൈൻഡിൽ സെറ്റാവും. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് അസ്ഥിവ്യവസ്ഥ. നെക്സ്റ്റ്, ചെവിയിൽ ചുറ്റികയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന അസ്ഥിയാണ് മാലിയസ് കേട്ടോ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും കാണാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, കൺഫ്യൂഷൻ ആവും നമുക്ക്. ചെവിയിൽ ചുറ്റികയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന അസ്ഥിയാണ് മാലിയസ്. ചെവിയിൽ കൂടക്കല്ലിൻ്റെ അസ്ഥിയിൽ കാണപ്പെടുന്ന അസ്ഥി ഇൻകസ്. ആരുപോരുത്, കൂടക്കല്ലിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്നത് ഇൻകസ്. ചെവിയിൽ കുതിര സവാരിക്കാരൻ്റെ പാദധാരയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന അസ്ഥി സ്റ്റേപ്പിയസ്. മുക്കിലെ അസ്ഥിയുടെ ശാസ്ത്രീയ നാമം എത്മോയിഡ് കേട്ടോ. കീത്താടിയലിൻ്റെ ശാസ്ത്രീയ നാമം മാൻഡിബിൾ. മനുഷ്യ ശരീരത്തിൽ സ്വതന്ത്രമായി ചലിക്കാൻ കഴിയുന്ന അസ്ഥി മാൻഡിബിൾ. മനുഷ്യ ശരീരത്തിൽ സ്വതന്ത്രമായി ചലിക്കാൻ കഴിയുന്ന അസ്ഥിയാണ് മാൻഡിബിൾ, അതായത് കീത്താടിയല്. ചലന സ്വാതന്ത്ര്യമുള്ള തലയിലെ അസ്ഥി മാൻഡിബിൾ. ചലന സ്വാതന്ത്ര്യമുള്ള തലയിലെ അസ്ഥിയാണ് മാൻഡിബിൾ. മേൽത്താടിയലിൻ്റെ ശാസ്ത്രീയ നാമം മാക്സില്ല. മേൽത്താടിയലിൻ്റെ ശാസ്ത്രീയ നാമം. കഴുത്തിലെ അസ്ഥിയുടെ ശാസ്ത്രീയ നാമമാണ് ഹയോയിഡ്. നെക്സ്റ്റ്, ശരീരത്തിലെ മറ്റേതെങ്കിലും അസ്ഥിയുമായി നേരിട്ട് ബന്ധിപ്പിക്കാത്ത ഏക അസ്ഥി ഹയോയിഡ്. ശരീരത്തിലെ മറ്റേതെങ്കിലും അസ്ഥിയുമായി നേരിട്ട് ബന്ധിപ്പിക്കാത്ത ഏക അസ്ഥിയാണ് ഹയോയിഡ്. ശരീരത്തിലെ ഫ്ലോട്ടിംഗ് ബോൺ എന്നറിയപ്പെടുന്ന അസ്ഥിയാണ് ഹയോയിഡ്. ഫ്ലോട്ടിംഗ് ബോൺ. മാറലിൻ്റെ ശാസ്ത്രീയ നാമം സ്റ്റെറം. ബ്യൂട്ടി ബോൺ എന്നറിയപ്പെടുന്ന അസ്ഥിയാണ് ക്ലാവിക്കിൾ. ലാസ്റ്റ്, തോളലിൻ്റെ മുന്നിൽ കാണപ്പെടുന്ന അസ്ഥിയാണ് ക്ലാവിക്കിൾ. കോളർ അസ്ഥി തോളലിൻ്റെ മുന്നിൽ കാണപ്പെടുന്ന അസ്ഥിയാണ് ക്ലാവിക്കിൾ, കോളർ അസ്ഥി. അപ്പോൾ ഈ ഒരു 15 ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് കേൾക്കാൻ ശ്രമിക്കാം കേട്ടോ. റിപ്പീറ്റ് ചെയ്ത് 2-3 പ്രാവശ്യം. ഇതിന് മുമ്പ് നമ്മൾ 2 വീഡിയോയിലായിട്ട് 15-20 ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ടായിരുന്നു. അതും കൂടി കാണാത്തവരുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്തുകൂടി കാണുക. ഒന്ന് നോട്ട് ചെയ്യുക. എഴുതാൻ പറ്റുന്നവരാണെങ്കിൽ ഒന്ന് മാറ്റി ഒരു നോട്ട്ബുക്കിലേക്കെല്ലാം മാറ്റി എഴുതിയാൽ അത്ര നന്നായി. കാരണം നമ്മളെ മൈൻഡിൽ അങ്ങ് ഫിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ മറന്നുപോകില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, താങ്ക് യു.